ഹരം കൊള്ളിക്കുന്ന ആക്ഷൻ രംഗങ്ങൾ, പുലിവേട്ടയുടെ കണ്ണഞ്ചിപ്പിക്കുന്ന രംഗങ്ങൾ, ഒരു യോദ്ധാവിനെ പോലെ സ്ക്രീനിൽ നിറഞ്ഞാടുന്ന മോഹൻലാൽ. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ആരാധകരെ വിരുന്നൂട്ടാൻ പോന്ന ഹൈ വോൾട്ടേജ് ലാൽ ചിത്രമാണ് പുലിമുരുകൻ. 2 മണിക്കൂർ 41 മിനിറ്റ് നീളുന്ന ഒരു പക്ക ലാൽ ഷോ. ഒരു നാടിന് പുലി സ്ഥിരം ഭീഷണിയാകുന്നത് പരിചയപ്പെടുത്തിയാണ് സിനിമ തുടങ്ങുന്നത്. മുരുകൻ എങ്ങനെ പുലിമുരുകനായി മാറിയെന്നത് അവന്റെ കുട്ടിക്കാലത്ത് നിന്ന് വായിച്ചെടുക്കാം. കാലവും ജീവിതവും അനുഭവങ്ങളും അവനെ ഒരു തികഞ്ഞ പുലിവേട്ടക്കാരനായി മാറ്റുകയായിരുന്നു. പുലിയൂർ ഗ്രാമത്തിന്റെ സ്വത്തും രക്ഷകനുമാണ് പുലിമുരുകൻ. കാട്ടിൽ നിന്നും നാട്ടിലിറങ്ങുന്ന പുലിയിൽ നിന്ന് നാട്ടുകാർക്ക് അഭയവും രക്ഷകനുമാണ് പുലിമുരുകൻ. ഫോറസ്റ്റ് ഗാർഡുകളുടെ തന്ത്രങ്ങളും ആയുധങ്ങളും പിഴയ്ക്കുന്നിടത്ത് പുലിമുരുകൻ പുലിയെ വേട്ടയാടി തന്റേതായ ചില രീതികളും തന്ത്രങ്ങളും ആയുധങ്ങളും വികസിപ്പിച്ചെടുത്താണ് അവയെ നേരിടുന്നത്. നരഭോജികളായ വരയൻ പുലികളെ വേട്ടയാടുന്നതിന് സമർത്ഥനാണ് മോഹൻലാലിന്റെ പുലിമുരുകൻ എന്ന കഥാപാത്രം. ഒരേ സമയം മനുഷ്യനെയും മൃഗത്തെയും ബുദ്ധി കൊണ്ടും കൗശലം കൊണ്ടും കായികബലം കൊണ്ടും നേരിടുന്ന പുലിമുരുകന് എല്ലാത്തിനുമപ്പുറം കാടാണ് സ്വത്ത്. ഭാര്യ മൈനയും മകൾ ചക്കിയും അടങ്ങുന്ന ഒരു കൊച്ചു കുടുംബമാണ് അയാൾക്ക്. മംഗലാപുരത്ത് പഠിക്കുന്ന മണിക്കുട്ടൻ എന്ന സഹോദരൻ ഒഴിച്ചു നിർത്തിയാൽ കാടും പിന്നെ പുലിയും ഗ്രാമവാസികളുമാണ് അയാളുടെ ജീവിതം. പുലിമുരുകൻ എന്ന മേൽവിലാസത്തോടൊപ്പം കൂപ്പിൽ നിന്ന് തടി കയറ്റുന്ന മയിൽവാഹനം എന്ന ലോറിയുടെ ഉടമസ്ഥനും ഡ്രൈവറുമാണ് മുരുകൻ. സഹോദരൻ മണിക്കുട്ടൻ മുരുകന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ്. അവനുവേണ്ടി നാളിതുവരെ കാടിറങ്ങാത്ത മുരുകൻ കാടിറങ്ങി. നാളിതുവരെ ചെയ്തിട്ടില്ലാത്ത ജോലികളും ഏറ്റെടുത്തിട്ടില്ലാത്ത പല ദൗത്യങ്ങളും അയാൾ ഏറ്റെടുത്തു. സഹോദരന്റെ സുരക്ഷിതത്വം അവന് ഒരു ജോലി അയാളുടെ വലിയ സ്വപ്നമായിരുന്നു. അത് കാടിറങ്ങിയ മുരുകന് അവിടെ മനുഷ്യരും ശത്രുക്കളായി. പുലിയായാലും മനുഷ്യനായാലും ശത്രു നിഗ്രഹം അയാൾ കർമ്മമായി കൊണ്ടാടുകയാണ്. അതിൽ ശരിതെറ്റുകൾക്ക് സ്ഥാനമില്ല, ഉത്തരം മാത്രമാണ് തേടുന്നത്. കാതുകൊണ്ട് പുലിയുടെ ദൂരം അളക്കുന്ന മുരുകനായി മോഹൻലാൽ നിറഞ്ഞു നിൽക്കുന്നു. എത്ര കണ്ടാലും മതിവരാത്ത ലാലിന്റെ മാസ്മരികത സ്ക്രീൻ പ്രസൻസ് കൊണ്ട് ആരാധകരുടെ മനം നിറയ്ക്കുകയാണ്. ബലരാമനായി ലാലും ചെങ്ങാതി പൂങ്കായി ശശിയായി സുരാജ് വെഞ്ഞാറമൂടും ചിരിക്ക് വകയൊരുക്കി ചിത്രത്തിലുണ്ട്. തെലുങ്കു നടൻ ജഗപതി ബാബു, ഡാഡി ഗിരിജ ദേശ്പാണ്ഡെയുടെ കഥാപാത്രവും പുലിമുരുകന്റെ നോട്ടപ്പുള്ളിയാണ്. പ്രത്യേക ലക്ഷ്യവുമായി മുരുകനെ തേടിയെത്തുന്ന ബാലയുടെ കഥാപാത്രം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറാണ്. കമാലിനി മുഖർജിയാണ് മുരുകന്റെ ഭാര്യ മൈനയായി വേഷമിടുന്നത്. വേട്ടയാടി വിളയാടിലും കുട്ടിസ്രാങ്കിലും മികച്ച വേഷം ചെയ്ത കമാലിനിയുടെ മൈന എപ്പോഴും ശുണ്ടിയെടുക്കുന്ന കഥാപാത്രമായതിനാൽ മലയാളം ഉച്ചാരണം വലിയ വെല്ലുവിളിയായി നിൽക്കുന്നു. വിജയുടെ ഖുഷിയിലെ മുംതാസിനെ അനുസ്മരിക്കുന്ന ജൂലി എന്ന നമിതയുടെ കഥാപാത്രവും സിനിമയ്ക്ക് ഒരു അധികപ്പറ്റാണ്. അതിമാനുഷ കഥാപാത്രമായി ലാലിനെ വിളയാടാൻ അനുവദിച്ചിരിക്കുകയാണ് പുലിമുരുകൻ. അതിന് താങ്ങും തണലുമായി ലോക പ്രശസ്ത സ്റ്റണ്ട് മാസ്റ്ററായ പീറ്റർ ഹെയ്ൻ ഒരുക്കിയ ആക്ഷൻ സീക്വൻസുകൾ ആരാധകരെ വിസ്മയിപ്പിക്കുന്നു. സൂപ്പർ ഹിറ്റ് ചിത്രം നരനിലെ ഹൊഗനിക്കലിന്റെ സൗന്ദര്യം ഒപ്പിയെടുത്ത ഛായാഗ്രഹൻ ഷാജി പകർത്തിയ ദൃശ്യങ്ങൾ പുലിമുരുകനിലും അതിന്റെ മാറ്റുകൂട്ടുന്നു. പൂയംകുട്ടി മലനിരകളും മാമലക്കണ്ടവും പീണ്ടിമേട് വെള്ളച്ചാട്ടവും അടക്കം സിനിമ നാളിതുവരെ ഒപ്പിയെടുക്കാത്ത പ്രകൃതി സൗന്ദര്യവും കാടിന്റെ വന്യതയും പുലിമുരുകന്റെ കാഴ്ചഭംഗി കൂട്ടുന്നു. 2020യും ക്രിസ്ത്യൻ ബ്രദേഴ്സും അടക്കം മാസ് ചിത്രങ്ങൾ എഴുതി തഴക്കമുള്ള ഉദയകൃഷ്ണ CBK തോമസിൽ നിന്ന് ഉദയകൃഷ്ണ ആദ്യമായി ഒറ്റയ്ക്ക് എഴുതിയ തിരക്കഥയിൽ നിന്നാണ് പുലിമുരുകൻ വിരിഞ്ഞത്. കേട്ടറിവിനേക്കാൾ വലുതാണ് മുരുകൻ എന്ന സത്യം. 6 തലയിൽ ബുദ്ധിയും അതിനൊത്ത ശക്തിയുമുള്ള അറുമുഖനാണവൻ. തട്ടുപൊളിപ്പൻ മാസ് ചിത്രങ്ങളിൽ കഥയ്ക്ക് എവിടെ സ്ഥാനം എന്ന ചോദ്യം ഉന്നയിക്കാമെങ്കിലും പുലിമുരുകനിലും കഥയെക്കാളും പ്രാധാന്യം അതിന്റെ ട്രീറ്റ്മെന്റിലും ആക്ഷൻ രംഗങ്ങൾക്കുമുണ്ട്. കേരളത്തിനു പുറമെ വിയറ്റ്നാമിലും ഷൂട്ട് ചെയ്ത സിനിമയിൽ പുലിയും പുലിമുരുകനും തമ്മിലുള്ള ഏറ്റുമുട്ടൽ രംഗങ്ങൾക്ക് ഗ്രാഫിക്സിന്റെ അകമ്പടിയോടെ നീതി പുലർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. കാടണയും കാൽച്ചിലമ്പെ എന്ന് തുടങ്ങുന്ന യേശുദാസും ചിത്രയും ചേർന്ന് ആലപിച്ച സിനിമയിലെ ഏക ഗാനം ഇതിനോടകം തന്നെ ഹിറ്റ് ചാർട്ടിൽ ഇടം പിടിച്ചതാണ്. സംഗീതത്തിനൊപ്പം പശ്ചാത്തല സംഗീതവും ഗോപി സുന്ദറിന്റെ വകയാണ്. തട്ടുപൊളിപ്പൻ മാസ് പടങ്ങളുടെ സംവിധായകൻ എന്ന മേൽവിലാസം തനിക്ക് ഒരു അലങ്കാരമാണെന്ന് വൈശാഖ് വീണ്ടും തെളിയിക്കുകയാണ് പുലിമുരുകനിലൂടെ. 2 മണിക്കൂർ നീളുന്ന ഒരു ഹൈ വോൾട്ടേജ് ലാൽ ഷോ കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ധൈര്യമായി ടിക്കറ്റ് എടുക്കാം പുലിമുരുകന്.